തുടർച്ചയായ മഴയാണ് സംസ്ഥാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നമുക്കറിയാം വെള്ളക്കെട്ടൊക്കെ രൂക്ഷമാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. കൊച്ചിയിൽ ഇപ്പോൾ മഴ തുടരുന്നുണ്ടോ? എങ്ങനെയാണ് കൊച്ചിയിലെ ഒരു സാഹചര്യം, ശ്യാം? എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മഴ അല്പം മാറി ശമിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എങ്കിൽ പോലും അതായത് ഈ മലയോര മേഖലകളിലടക്കം മഴയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ 51 വീടുകളാണ്. അതിലൊരു വീട് പൂർണ്ണമായി നശിക്കുകയും 50ഓളം വീടുകൾക്ക് കേടുപാട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടലോര മേഖലയിൽ വലിയ രീതിയിലുള്ള കടൽക്കയറ്റം രൂക്ഷമായിരിക്കുകയാണ്. അങ്ങനെ പലയിടങ്ങളിലും വീടുകൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുനമ്പം, അതോടൊപ്പം തന്നെ ചെല്ലാനം, കണ്ണമാലി ഭാഗങ്ങളിലൊക്കെ ഈ ടെട്രാക്കോഡ് ഇല്ലാത്ത ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ കടൽക്കയറ്റം വളരെ രീതിയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട്. നിലവിൽ ഏകദേശം 360 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് എറണാകുളം ജില്ലയിൽ തന്നെ നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഇടങ്ങളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. ഈ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ശക്തമായ കാറ്റ് അത് വലിയ ദുരന്തങ്ങൾക്ക് ഇടയാക്കാനുള്ള സാഹചര്യമുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ അമ്പാട്ടുകാവിന് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് വലിയൊരു മരം വീഴുകയും തുടർന്ന് മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ആ മരം മുറിച്ചു മാറ്റി ഇപ്പോൾ ട്രെയിൻ ഗതാഗതം സുഗമമാക്കിയിട്ടുണ്ട്. കൂടാതെ കടവന്ത്ര ഗിരിനഗറിലെ ഒരു ഓഡിറ്റോറിയത്തിലെ സീലിംഗ് ഇളകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശക്തമായ കാറ്റ്, ഈ മഴയില്ലെങ്കിൽ പോലും ശക്തമായ കാറ്റ് മിക്ക സമയങ്ങളിലും തുടരുകയാണ്. അത് പലതരത്തിൽ ഈ റോഡുകളിലേക്കും മറ്റുമൊക്കെ മരങ്ങൾ വീഴുന്നതിനും മറ്റും ഇടയാക്കുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസവും വലിയ രീതിയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഈ മരം റോഡിലേക്കും മറ്റുമൊക്കെ വീണ് വാഹനങ്ങൾക്കും മറ്റുമൊക്കെ വലിയ രീതിയിൽ കേടുപാടുകളും മറ്റുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നും അത്തരത്തിൽ ശക്തമായ കാറ്റ് അത് ഗതി നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റ് തന്നെയാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മഴയ്ക്കൊപ്പമുള്ള ഈ കാറ്റ് അത് വലിയ അപകടങ്ങൾക്ക് ഇടയാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, ഫോർട്ട് കൊച്ചിയിൽ അടക്കം വലിയൊരു 200-ലേറെ പഴക്കമുള്ള ഒരു വലിയ പടുകൂറ്റൻ മരമാണ് വീണത്. അപ്പോൾ ഇത്തരത്തിൽ മരം വീണും ഒക്കെ വലിയ അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കനത്ത മഴയിൽ പ്രത്യേകിച്ച് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ മഴക്കാലം വരുമ്പോൾ ശക്തമായ കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. റോഡിലേക്കും ട്രെയിനിന് മുന്നിലേക്കും ഒക്കെ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകുക എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്.